കോഴിക്കോട് വളയത്ത് സൈനികൻ വീട്ടിൽ മരിച്ച നിലയിൽ. നെല്ലിയുള്ള പറമ്പത്ത് സനലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീടിന്റെ മുൻവശത്തെ സൺഷെയ്ഡിന്റെ ഹൂക്കിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. കോഴിക്കോട് വളയത്താണ് സംഭവമുണ്ടായത്. സൈനികൻ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നെല്ലിയുള്ള പറമ്പത്ത് സനൽ എന്ന സൈനികനെയാണ് ഇന്ന് പുലർച്ചെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുൻവശത്തെ സൺഷെയ്ഡിന്റെ ഹുക്കിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? പ്രാഥമിക നിഗമനം എന്താണ്? ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയിട്ടാണ് സനൽകുമാറിനെ വീടിന്റെ സൺഷെയ്ഡിന് മുമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സനൽകുമാർ ഇന്ന് സൈനികനായി ജോലി ചെയ്യുന്ന സനൽകുമാർ ജമ്മു കാശ്മീരിലേക്ക് പോവേണ്ടിയിരുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് അവധിയിൽ പ്രവേശിച്ച് വീട്ടിൽ തന്നെയുണ്ട്. ഈ ജോലി സംബന്ധമായി തിരിച്ചു പോകുന്നതിനെ ചൊല്ലി ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതായും തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ബന്ധുക്കളോടൊക്കെ സനൽകുമാർ പറഞ്ഞിരുന്നതായി വിവരമുണ്ട്. തുടർന്ന് ഇന്നലെ പോലീസൊക്കെ വീട്ടിലെത്തി സനൽകുമാറിനോട് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇന്ന് തിരികെ ജോലിയിലേക്ക് പോകാം, ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെടാം എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ 5 മണിയോട് കൂടിയിട്ട് വീടിന്റെ സൺഷെയ്ഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയും അനിയനുമാണ് സനൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവിക. ശരി ഗോകുൽ.